നിങ്ങളുടെ ജാതക പൊരുത്തമാണോ ഒരു വിവാഹത്തെ നിർണ്ണയിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം പലരുടെ ലൈഫിലും ഈ ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം കാരണം നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ എന്താണ് ജ്യോതിഷം എന്ന് പറയുന്നത്? പണ്ട് കാലങ്ങളിൽ ഗ്രഹങ്ങളുടെ നില അനുസരിച്ച് മഴ അല്ലെങ്കിൽ കാലാവസ്ഥയെ പ്രവചിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഈ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം എന്ന രീതിയിലേക്ക് വന്നത്. പിന്നെ ആൾക്കാരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയാണ് ചെയ്തത്. അത് അഡ്വാൻസ്ഡ് ആയിട്ട് മാറി. അന്നേരം നമ്മൾ ഈ കല്യാണത്തിന് വെറും ജാതകം മാത്രം നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ഞാൻ നോക്കുന്ന സമയത്ത് ഫെയിലർ ആകുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ രീതിയിലും ചുറ്റുപാടുകളിലാണ് വളരുന്നത്. പണ്ടത്തെ ഒരു രീതിയായിരുന്നു. പണ്ട് തന്നെ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ വീട്ടുകാർ പെട്ടെന്ന് പെണ്ണ് കണ്ട് ഉറപ്പിച്ച് ജാതകം നോക്കി ഒന്നാണ്, ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല. നമ്മൾ നോക്കേണ്ടത് ജാതകം നോക്കാതിരിക്കുക. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പോൾ ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹം ഉറപ്പിക്കുക അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇപ്പം നിങ്ങൾ അറേഞ്ച്മെൻറ്റ് മാരേജിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ ഗ്യാപ്പ് എടുക്കുക. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ അവരുമായി സംസാരിച്ചിട്ട് അവരെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാച്ചാണോ, അല്ലെങ്കിൽ നമ്മളെ വൈബ് മാച്ച് ആണെന്നുകൊണ്ട് നോക്കുക. അവരുടെ ചിന്താഗതി എന്താണ്, അവരുടെ ചുറ്റുപാടുകൾ എന്താണ് എന്ന രീതിയിലെല്ലാം തന്നെ മനസ്സിലാക്കുക. അതായത് നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തിയെ നമുക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാവും. അല്ലാതെ വെറും ഒരു നക്ഷത്രം മാത്രം നോക്കിയിട്ട് ആ നക്ഷത്രത്തിൽ കുറേ പൊരുത്തമുണ്ട് കാര്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുക. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ, ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പേഴ്സണൽ കൺസൾട്ടേഷനാണ്. ചില ആൾക്കാർ നല്ല ചെക്കനാണ് അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാണ്, പക്ഷേ ജാതകം ഒക്കുന്നില്ല. ഞാൻ ചോദിക്കും, ഈ ജാതകത്തെക്കാളും കൂടുതൽ അവരൊന്ന് പരസ്പരം സംസാരിക്കട്ടെ. ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ആരും തന്നെ ഇല്ല. പ്രശ്നങ്ങൾ എന്തായാലും ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഉയർച്ചയും താഴ്ചയും. അന്നേരം ഇവർക്ക് പരസ്പരം സംസാരിച്ചിട്ട് പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ പ്രോബ്ലം വരുന്നവരെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ വെറും ഒരു ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം മാത്രം നോക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകത്തിൽ അമിതമായ രീതിയിൽ, ഞാനെപ്പോഴും പറയാണ്ട്, ഈവൻ ലോ ഓഫ് അട്രാക്ഷൻ വരെ നമ്മൾ പ്രാക്ടിക്കൽ സൈഡോടെ കൂടെയാണ് കാണേണ്ടത്. ലോ ഓഫ് അട്രാക്ഷനിലെ വിവിധതരം ടെക്നിക്കുകളും അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെറുമൊരു ടെക്നിക്കോ കാര്യങ്ങളല്ല, ഒരു ലൈഫ് സ്റ്റൈലാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മൈൻഡ് പവർ എന്നൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേരം ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകത്തിൽ അമിതമായി വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചിന്തിക്കുന്നറിയോ? ഒരു 10 വർഷം കഴിഞ്ഞാൽ അവർ ശുക്രദശ തുടങ്ങും, ഒരു 20 വർഷം കഴിഞ്ഞാൽ വ്യാഴദശ തുടങ്ങും എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ട് ലൈഫിൽ തള്ളി നീക്കും. ഓക്കെ, അടുത്ത മാസം എൻ്റെ റെഡിയാവും, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ റെഡിയാവും എന്ന രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ ഇന്ന് തന്നെ നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങളെ ഇന്നർ സൈഡിൽ ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങളെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങളെ പേഴ്സണാലിറ്റി ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങളെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളും കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. അത് എൻ്റെ ജീവിതമാണ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ഒരു വ്യക്തി പങ്കെടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ജ്യോത്സ്യനെ കണ്ട സമയത്ത് ഞാൻ ഇന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, കണ്ട ശനിയാണ് കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇനി കുറച്ച് കാലം കൂടി, കുറേ മാസം, എത്രയോ 1-2 വർഷമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതാ നക്ഷത്രം? അന്നേരം പറഞ്ഞു, ഇന്ന നക്ഷത്രം പറഞ്ഞ സമയത്ത് എൻ്റെ നക്ഷത്രം തന്നെയാണ്, സെയിം നക്ഷത്രം. ഞാൻ പറഞ്ഞു, അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ ദേശയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് അനുഭവിക്കുന്നില്ല. കാരണം എന്താണ്, നമ്മളെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു ദശ അല്ലെങ്കിൽ ഈ ഒരു കണ്ടക ശനി അതേപോലെയുള്ള കുറേ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനും അങ്ങനത്തെ പ്രോബ്ലം എല്ലാം കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നെഗറ്റീവായി മാറും. നമ്മൾ ലൈഫിനെ എന്ത് ചെയ്യും, നക്ഷത്രങ്ങൾക്ക് വിധി എഴുതാനുള്ള അവസരമായിട്ട് കൊടുക്കും. സ്വന്തം വിധിയെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെയും നമ്മളെ ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന വ്യക്തികളുടെ എക്സ്പീരിയൻസിലൂടെ എല്ലാം തന്നെ മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക, ഒരു വിവാഹത്തിന് നക്ഷത്ര പൊരുത്തത്തെക്കാളും ഉപരിയായിട്ട് നമ്മൾ മനസ്സിൻ്റെ പൊരുത്തം അല്ലെങ്കിൽ മനപ്പൊരുത്തം ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിയെ മനസ്സിലാവില്ല. ഒരു നിമിഷം തരൂ നിന്നിലറിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാമെന്നുള്ള ഒരു പാട്ടല്ലേ, അതേപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കുക ഒറ്റ നിമിഷം കൊണ്ടോ ഒരു കാണൽ കൊണ്ടോ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ 6 മാസം, ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും ഇടപഴകുക, ഫോണിലൂടെ വിളിച്ചിട്ട് നേരിട്ട് കണ്ടിട്ട് അവരെ ചിന്താഗതി കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ പോലും എല്ലാവർക്കും 100% മനസ്സിലാവില്ല. പക്ഷേ ഓക്കെ, ഇന്ന വ്യക്തി ഇതാണ്, ഇന്ന ബാഡ് സൈഡ്സ് ഇതുണ്ട്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളും കാര്യങ്ങളും വിശ്വാസം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. അതിനെ
അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയായിട്ടുള്ള സംസാരിക്കേണ്ട ഒരു ടൈം കൊടുക്കും. അവർ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു, എന്നിട്ട് ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളുണ്ടായി, കുട്ടിയാകുന്ന സമയത്താണ് ട്രൂ നേച്ചർ അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും സ്വഭാവം കാണിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹണിമൂൺ പീരീഡ് ആയിരിക്കും ഉണ്ടാകുക. അന്നേരം അവർ പരസ്പരം എന്ത് ചെയ്യും, അവരെ ബാഡ് സൈഡ്സ് എല്ലാം ഒന്നും കാണിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് കൂടുതൽ മീൻസ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതെല്ലാം വിട്ട് കഴിഞ്ഞാൽ അവർ ട്രൂ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കാൻ തുടങ്ങും. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് ലൈഫ്. എന്നാൽ അതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിനേക്കാൾ മുന്നായിട്ട് നിങ്ങൾ ആ വ്യക്തിയായിട്ട് സംസാരിച്ചിട്ട് ഇടവഴിയിട്ട് ആ വ്യക്തിയുടെ ക്യാരക്ടറെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടയോ എന്നുള്ള സ്വന്തം തീരുമാനിക്കുക. നിങ്ങൾ രക്ഷിതാക്കളിൽ അവരോട് കൂടെ ജീവിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോ വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ലൈഫിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.